ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്ക് ഈ ധ്യാനത്തിലേക്ക് കടക്കാം. രക്ഷാകരമായ വിശുദ്ധ വലിയ നോമ്പിൻ്റെ 27-ാം ദിവസം ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത് സമകാലിക ലോകത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു തിരുവചനമാണ്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 7 വരെയുള്ള തിരുവചനമാണ് അത്. ആദ്യം നമുക്ക് ആ തിരുവചനം ഒന്ന് കേൾക്കാം. മോശ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിൻ്റെ നടുവിൽ കൂടി പോകും. അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്കലിരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. മിസ്രയീം ദേശത്തെങ്ങും മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനിയും ഉണ്ടാകാത്തതുമായ വലിയ ഒരു നിലവിളിയുണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായീച്ച പോലും നാവനക്കുകയില്ല. അങ്ങനെയാണ് ഈ തിരുവചനത്തിൽ നാം കാണുന്നത്. ദൈവത്തിൻ്റെ നീതിയും സംരക്ഷണവും ഒരുമിച്ചുള്ള ഒരു അത്ഭുത നിമിഷമാണിത്. ദൈവത്തിൻ്റെ സഹനത്തിൻ്റെ അവസാന നിമിഷം. സഹോദരങ്ങളെ, ഈ സംഭവത്തിനു മുൻപ് 9 ശിക്ഷകൾ ഈജിപ്തിൽ വന്നിരുന്നു. വെള്ളം രക്തമായി, തവളകൾ, കൊതുകുകൾ, ഈച്ചകൾ, മൃഗങ്ങളുടെ രോഗം, പൊട്ടലുകൾ, കനത്ത കൽമഴ, വെട്ടിക്കിളി, ഇരുട്ട്. എന്നിരുന്നാലും ഇവയൊക്കെ ഉണ്ടായിട്ടും ഫറവോൻ തൻ്റെ ഹൃദയം കടുപ്പിച്ചു. ഫറവോന്റെ ഹൃദയം കഠിനമായി. ഇവിടെ വലിയ ഒരു ആത്മീയ പാഠമുണ്ട്. ദൈവം പലപ്പോഴും മനുഷ്യനോട് ക്ഷമയോടെ കാത്തിരിക്കുന്നു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ തന്നെ എന്നാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 103-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്നത്. എന്നിരുന്നാലും മനുഷ്യൻ വീണ്ടും വീണ്ടും ദൈവത്തെ നിരസിക്കുമ്പോൾ നീതിയുടെ സമയമെത്തും. അർദ്ധരാത്രിയിലെ ദൈവത്തിൻ്റെ ഇടപെടൽ. ഈ തിരുവചനത്തിൽ പറയുന്നത്, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിൻ്റെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈജിപ്തിൻ്റെ നടുവിൽ കൂടി പോകും. വിശുദ്ധ വേദപുസ്തകത്തിലെ അർദ്ധരാത്രി പലപ്പോഴും ആത്മീയമായൊരു പ്രതീകമായാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇരുട്ടിൻ്റെ സമയം, ദൈവ ഇടപെടലിൻ്റെ സമയം. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പറയുന്നത്, അർദ്ധരാത്രി പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു എന്നാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 25-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറയുന്നത്, അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവനെ എതിരേൽപ്പാൻ പുറപ്പെടുവീനെന്ന് ആർപ്പുവിളിയുണ്ടായി. അതായത് മനുഷ്യന് എല്ലാം നഷ്ടപ്പെട്ടതായി തോന്നുന്ന സമയത്താണ് ദൈവം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ഈജിപ്തിൻ്റെ ശക്തി തകർന്ന നിമിഷം. ആ കാലത്ത് ഈജിപ്ത് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു. സമ്പത്ത്, സൈന്യം, ശാസ്ത്രജ്ഞാനം,
പിരമിഡുകൾ. എന്നാൽ ഒരു രാത്രിയിൽ ദൈവം അവരുടെ അഹങ്കാരം തകർത്തു. ഇത് നമ്മോട് ഒരു സത്യം വിളിച്ചു പറയുന്നുണ്ട്. ദൈവം അഹങ്കാരികളെ എതിർക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ശക്തികളും സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും എല്ലാം ദൈവത്തിന്റെ മുൻപിൽ ചെറിയതാണ്. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ലോകം പുതിയ ഈജിപ്തുകളാണ്. സഹോദരങ്ങളെ, ഇന്ന് ലോകം നോക്കുമ്പോൾ നമുക്ക് പല ആധുനിക ഈജിപ്തുകൾ കാണാം. യുദ്ധങ്ങൾ, രാഷ്ട്രീയ സംഘർഷങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, മനുഷ്യന്റെ അഹങ്കാരം. ഇത് ലോകത്തിലെ പല രാജ്യങ്ങളും തങ്ങളുടെ ശക്തിയിൽ വിശ്വസിക്കുന്നു. പക്ഷേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വിശുദ്ധ വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അതാണ് സങ്കീർത്തനക്കാരൻ തൻ്റെ സങ്കീർത്തനത്തിൻ്റെ 20-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്. യുദ്ധങ്ങളുടെ ലോകം. ഇന്ന് ലോകത്ത് പലയിടങ്ങളിലും യുദ്ധങ്ങൾ നടക്കുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷങ്ങൾ, ദേശങ്ങളിലെ ആഭ്യന്തര യുദ്ധങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള ഭീഷണികൾ. യേശുതമ്പുരാൻ ഇതിനകം തന്നെ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവീൻ. ഇത് സംഭവിക്കേണ്ടതു തന്നെ, എന്നാൽ അത് അവസാനമല്ല. അങ്ങനെയാണ് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന് പൂർണ്ണമായ സമാധാനം നൽകുവാൻ കഴിയുകയില്ല പ്രിയ ദൈവമക്കളെ. എന്നാൽ ക്രിസ്തു പറയുന്നു, വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിലൂടെ, സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും വേർതിരിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ വളരെ ശക്തമായ ഒരു വചനമാണ് ഉണ്ട്. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും, അതായത് ഇപ്പോഴത്തെ ഈജിപ്തുകാർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്നാണ്. അത് എന്തിനെന്നാണ് ഇവിടെ പറയുന്നത്? നിങ്ങൾ അറിയേണ്ടതിനു തന്നെ. എന്തറിയുവാൻ? ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായീച്ച പോലും നാവനക്കുകയില്ല എന്നറിയുവാൻ. കാരണം ദൈവം തൻ്റെ ജനത്തെ എപ്പോഴും അറിഞ്ഞ് സംരക്ഷിക്കുന്നു. ആമേൻ. അതാണ് സങ്കീർത്തന പുസ്തകത്തിൻ്റെ 91-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്തു വരികയില്ല. ആമേൻ. പെസഹായുടെ രഹസ്യം. ഈ സംഭവത്തിന് ശേഷം പെസഹ പെരുന്നാൾ സ്ഥാപിതമായി. വാതിലുകളിൽ ആട്ടിൻകുട്ടിയുടെ രക്തം പുരട്ടുവാൻ ദൈവം കൽപ്പിക്കുന്നു. ആ രക്തം കാണുമ്പോൾ സംഹാരദൂതൻ മരണം കടന്നുപോയി. ഇത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിത രക്തത്തിൻ്റെ അടയാളമാണ്. അതാണ് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, നിങ്ങൾ പുളിപ്പില്ലാത്തവരായിരിക്കാൻ തക്കവണ്ണം പുതിയ പിണ്ടമാകേണ്ടതിന് പഴയ പുളിമാവിനെ നീക്കിക്കളവി, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ. അങ്ങനെയാണ് ആ തിരുവചനം നമ്മോട് പറയുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൽ യഥാർത്ഥ മോചനമുണ്ട്. പഴയ നിയമത്തിലെ പുറപ്പാട് ഒരു നിഴലാണ്.
യഥാർത്ഥ മോചനം ക്രിസ്തുവിലാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകുമെന്നാണ് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 36-ാം വാക്യത്തിൽ നാം കാണുന്നത്. ക്രിസ്തു നമ്മെ മോചിപ്പിച്ചത് പാപത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്. ഈ വിശുദ്ധ വലിയ നോമ്പ് നമ്മുടെ ആത്മീയ പുറപ്പാടാണ്. വിശുദ്ധ വലിയ നോമ്പ് ഒരു ആത്മീയ യാത്രയാണ്. ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തിലേക്കുള്ള യാത്ര പോലെ നാം യാത്ര ചെയ്യുകയാണ്. പാപത്തിൽ നിന്ന് വിശുദ്ധിയിലേക്കാണ് നമ്മുടെ യാത്ര. ഈ വിശുദ്ധ വലിയ നോമ്പ് നമ്മെ വിളിക്കുന്നു ഉപവാസം, പ്രാർത്ഥന, പശ്ചാത്താപം, ദാനധർമ്മത്തിലേക്ക്. ഇന്നത്തെ ധ്യാന ചോദ്യം ഇന്ന് നമുക്ക് സ്വയം ചോദിക്കാം. എൻ്റെ ജീവിതത്തിലെ മിസ്രയീം അല്ലെങ്കിൽ ഈജിപ്ത് എന്താണ്? പാപം, അഹങ്കാരം, ദേഷ്യം, സ്വാർത്ഥത. ദൈവം നമ്മെ വിളിക്കുന്നു, പ്രിയ ദൈവ പൈതലേ, ഈ വിശുദ്ധ നോമ്പിലൂടെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെടുക. ഈ ലോകം അനിശ്ചിതത്വം നിറഞ്ഞതാണ്. എന്നാൽ ദൈവവചനം നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഫറവോന്റെ ശക്തി തകർന്നു, എന്നാൽ ദൈവത്തിൻ്റെ ജനങ്ങൾ രക്ഷപ്പെട്ടു. ഇന്നും അതേ ദൈവം നമ്മോട് കൂടെയുണ്ട്, പ്രിയ ദൈവ പൈതലേ. കരുണാമയനായ ദൈവമേ, ഈ വിശുദ്ധ വലിയ നോമ്പ് ദിവസത്തിൽ ഞങ്ങളുടെ ഹൃദയം പുതുക്കണമേ. പാപത്തിൻ്റെ ഈജിപ്തിൽ നിന്നും അടിയങ്ങളെ മോചിപ്പിക്കണമേ. ലോകത്തിൻ്റെ യുദ്ധങ്ങൾക്കിടയിൽ ഞങ്ങളെ സമാധാനത്തിൻ്റെ ഉപകരണങ്ങളാക്കി തീർക്കുമാറാകണമേ. ഇവയെല്ലാം ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി.